എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 124, 125, 126 എന്നീ 3 ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. 3ലും അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണുള്ളത്. ശ്രീകൃഷ്ണനും മുരാസുരനും കൂടിയുള്ള യുദ്ധാരംഭമാണ് വർണ്ണിക്കാൻ പോണത്. ശ്രീകൃഷ്ണനും സത്യഭാമയും കൂടിയിട്ട് പ്രാഗ്ജ്യോതിഷപുരം അഥവാ നരകാസുരൻ്റെ കൊട്ടാരം അവിടെ ചെന്നപ്പോൾ ആ കോട്ടവാതിലിൻ്റെ മുൻപിൽ തന്നെ വലിയൊരു തടാകം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സമുദ്രം പോലെയുള്ളൊരു ഭാഗം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലായിരുന്നു മുരാസുരൻ ജീവിച്ചിരുന്നത്. അപ്പോൾ മുരാസുരനാണ് ഈ പാഞ്ചജന്യത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് വേഗം പുറത്തേക്ക് വന്നത്, നരകാസുരനല്ല. ഇനി എന്താണ് മുരാസുരനുമായിട്ടുള്ള യുദ്ധം എന്ന് പറയാൻ പോവുകയാണ്. ആദ്യം 124ാമത്തെ ശ്ലോകം നോക്കാം. നഭസ്പൃശാ ശരീരേണ പഞ്ചഭിർവദനൈശ്ച സ വിരേജേ ബഹുഭിശൃംഗൈഃ മഹീയാനിവസാനുമാൻ. ആദ്യം പദച്ഛേദം പറയാം. നഭസ്പൃശാ ശരീരേണ പഞ്ചഭി വദനൈഃ ച സ വിരേജേ ബഹുഭി ശൃംഗൈഃ മഹീയാൻ ഇവ സാനുമാൻ. സമുദ്രത്തിൻ്റെ അകത്തു നിന്ന് അഥവാ ആ വലിയൊരു തടാകത്തിൻ്റെ ഉൾഭാഗത്തു നിന്ന് പൊന്തി വന്ന മുരാസുരൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ആദ്യം പറയണത്. സഹ ആ മുരാസുരനാകട്ടെ നഭസ്പൃശാ ശരീരേണ, നഭസ് ആകാശം, ആകാശം മുട്ടെ വ്യാപിച്ചു നിൽക്കുന്നതായ അത്രയ്ക്ക് വലിയ ശരീരത്തോട് കൂടിയിട്ട്, ചെറിയ അസുരനൊന്നുമല്ല, നല്ല വലിപ്പമുള്ള ഒരാളാണ്. വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുകയായിരുന്നത് കൊണ്ട് ആരും ആ വലിപ്പം കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. അയാൾ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ആകാരം കൊണ്ട് ആകാശത്തെ സ്പർശിച്ചു, അത്രയ്ക്ക് വലിപ്പം ഉണ്ടായിരുന്നു. അതാണ് നഭസ്പൃശാ ശരീരേണ. അങ്ങനെ കഴിഞ്ഞില്ല, പിന്നെ മറ്റൊരു ഭീകരതയുടെ ഒരു രൂപം പറയുകയാണ്. പഞ്ചഭിഹി വദനൈഹി ച, പഞ്ചഭിഹി 5 വദനങ്ങളോട് കൂടിയിട്ട്, ആകാശം മുട്ടെ വലിപ്പം 5 മുഖങ്ങളും, അതും കൂടിയൊക്കെ കണ്ടാൽ സാധാരണക്കാർക്ക് എല്ലാവർക്കും പേടിയാവൂലോ. അതാണ് ഇവിടെ പറയണത്. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ളൊരു രൂപമായിരുന്നു. വലിയ ശരീരം, 5 തല. പഞ്ചഭിഹി വദനൈഹി ച ബഹുഭിശൃംഗൈഃ മഹീയാൻ സാനുമാൻ ഇവ വിരേജേ. ആ മുരാസുരൻ വെള്ളത്തിൽ നിൽക്കണ കണ്ടാൽ എന്താ തോന്നുക? ഇത്രയ്ക്ക് വലിപ്പം, ആകാശം മുട്ടയുള്ള വലിപ്പം, 5 തല, ഇതൊക്കെ കൂടി കണ്ടാൽ വലിയൊരു പർവ്വതം, നിറയെ കൊടുമുടികളുള്ളതായ വലിയൊരു പർവ്വതം മുമ്പിൽ വന്ന് നിൽക്കുകയാണോ, ഭഗവാന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണോ എന്ന് തോന്നും എന്നാണ് പറയണത്. ബഹുഭിഹി ശൃംഗൈഹി, ധാരാളം ശൃംഗങ്ങളോടുകൂടിയ, അനവധി ശൃംഗങ്ങളോടുകൂടിയ മഹീയാൻ സാനുമാൻ. മഹീയാൻ എന്ന് പറഞ്ഞാൽ മഹാൻ, വളരെ വലിപ്പമുള്ളതായ സാനുമാൻ പർവ്വതം. വലിയൊരു പർവ്വതമാണോ ഭഗവാന്റെ മുമ്പിൽ അങ്ങനെ നിൽക്കണത് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലായിരുന്നു മുരാസുരൻ്റെ നിൽപ്പ്. ഇവിടെ ഉത്പ്രേക്ഷാലങ്കാരമാണ് വരണത്. ബിംബപ്രതിബിംബഭാവത്തോടു കൂടിയ ഉപമയുമാണെന്നും പറയുന്നുണ്ട്. ഏതായാലും മുരാസുരനെ കണ്ടപ്പോൾ വലിയൊരു പർവ്വതം, ധാരാളം കൊടുമുടികളോടുകൂടി നിൽക്കുന്ന ഒരു പർവ്വതം വന്ന് നിൽക്കുകയാണോ എന്ന് ആസ്വാദകർക്കും തോന്നിപ്പോയി, ശ്രീകൃഷ്ണനും തോന്നിപ്പോയി എന്നാണ് കവി വർണ്ണിക്കുന്നത്. നമുക്ക് 125ാമത്തെ ശ്ലോകം നോക്കാം. സത്രിലോകീ മനഃശൂല ശൂലം കാലകരോപമം തരസാ പയസാം പത്യേ പ്രജിഘായ ജിഘാംസയാ. ഇവിടെ മുരാസുരൻ ശ്രീകൃഷ്ണനെ ആക്രമിക്കാൻ പുറപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ആദ്യം വർണ്ണിക്കുന്നത്. ആദ്യം പദങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. സ ത്രിലോകീ മനഃശൂല ശൂലം കാലകരോപമം തരസാ പയസാം പത്യേ പ്രജിഘായ ജിഘാംസയാ. ത്രിലോകീ മനഃശൂല സഹ എന്ന് പറഞ്ഞാൽ ഇവിടെ മുരാസുരനെയാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുള്ള മുരാസുരൻ? ത്രിലോകീ മനഃശൂല. ത്രിലോകി എന്ന് പറഞ്ഞാൽ 3 ലോകങ്ങൾക്കും 3 ലോകങ്ങളിലും വസിക്കുന്നവരായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും, അവർക്കെല്ലാവർക്കും, അവരുടെ എല്ലാവരുടെയും മനസ്സിന് ശൂലമായിട്ടുള്ളവൻ. മനസ്സിന് ശൂലമാവുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ മനസ്സിൽ കുത്തിത്തറക്കലുണ്ടാവുക എന്ന് പറഞ്ഞാൽ മനസ്സിന് ശല്യമുണ്ടാവുക. എല്ലാവരുടെയും മനസ്സിൽ ഈ മുരാസുരൻ എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാവും, ഒരു ശല്യമാണ്. ഇയാളിവിടെ ജീവിച്ചിരിക്കുന്നത് എല്ലാവർക്കും പേടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അയാളുടെ അടുത്തേക്ക് ഒരാൾക്കും അടുക്കാൻ പറ്റില്ല, അയാൾ ആക്രമിച്ച് കൊല്ലും. 5 തലകളും വലിയൊരു ശരീരമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ തോൽപ്പിക്കാൻ പറ്റുമോ? അത് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് സകല ജനങ്ങളുടെയും മനസ്സിൽ വലിയൊരു ദുഃഖമായിട്ട്, വലിയൊരു പ്രശ്നമായിട്ട് അവശേഷിക്കുകയായിരുന്നു ഈ മുരാസുരൻ. അതാണ്
ത്രിലോകീ മനഃശൂല സ. മൂന്ന് ലോകങ്ങളിലെ ജനങ്ങൾക്കും ശൂലമായിട്ട്, ശല്യമായിട്ട്, വളരെ വേദനയായിട്ട്, ഉപദ്രവമായിട്ട്, ഇയാളെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ പേടി, അങ്ങനെയായിട്ട് നിലനിൽക്കുന്നവനായ സഹ, ആ മുരാസുരൻ, ജിഘാംസയാ, ജിഘാംസ എന്ന് വെച്ചാൽ ഹന്തുമിച്ഛ ജിഘാംസ, കൊല്ലാനുള്ള ആഗ്രഹം കാരണം. ആരെയാ കൊല്ലേണ്ടത്? ഭഗവാൻ ശ്രീകൃഷ്ണനെ വധിക്കാനുള്ള ആഗ്രഹം കൊണ്ട്. ജിഘാംസയാ കാലകരോപമം ശൂലം, കാലൻ്റെ കയ്യിലുള്ളതായ ശൂലം പോലെയുള്ളൊരു ശൂലം ഇയാളും എടുത്തു. അതാണ് പറയണത്. കാലകരോപമം ശൂലം പയസാം പത്യേ തരസ പ്രജിഘായ. ആ ശൂലം ആർക്ക് നേരെ എടുത്തു എന്നാണ് പറയണത്? പയസാം പത്യേ. പയസാം പതി എന്ന് പറഞ്ഞാൽ വരുണനാണ്. എന്തുകൊണ്ടാണ് വരുണൻ്റെ നേർക്ക് ഇങ്ങനെയൊരു ആയുധം എടുത്തു എന്ന് പറയണത്? ശ്രീകൃഷ്ണനല്ലേ അവിടെ ആക്രമിക്കാൻ വന്നത്, അല്ലാണ്ട് പയസാംപതി അല്ലല്ലോ. പയസാംപതി എന്ന് പറഞ്ഞാൽ വരുണനാണ്. വരുണൻ്റെ അടുത്തേക്കാണ് ആക്രമിക്കാൻ വേണ്ടി, വരുണനാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ മുരാസുരൻ ആക്രമിക്കാനായിട്ട് ചെന്നത് എന്നാണ് വ്യാഖ്യാനത്തിൽ പറയണത്. അതാണ് വലിയൊരു ശൂലവും പിടിച്ചുകൊണ്ട് പയസാംപത്യേ തരസ പ്രജിഘായ, പയസ്സിൻ്റെ പതിയായിട്ടുള്ള വരുണൻ്റെ അടുത്തേക്ക് വളരെ വേഗത്തിൽ ആക്രമണോത്സുകനായിട്ട് ചെന്നു, കൊല്ലാൻ വേണ്ടിയിട്ട് ശൂലവും പിടിച്ചുകൊണ്ട് ചെന്നു എന്നാണ് പറയണത്. അതായത് ഇവിടെ ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ, ആ കറുത്ത നിറവും ഒക്കെ കൂടി കണ്ടപ്പോഴായിരിക്കാം മുരാസുരൻ വിചാരിച്ചത് ഇത് വരുണനാണ് എന്നാണ്. അതുകൊണ്ടാണ് വരുണനെ വധിക്കാൻ ചെന്നു എന്നൊക്കെ പറയണത്. ശ്രീകൃഷ്ണനെ ഇയാൾക്ക് അറിയുന്നില്ല, ശ്രീകൃഷ്ണൻ ആക്രമിക്കാറില്ലല്ലോ, ആദ്യമായിട്ടാണ് ആക്രമിക്കാൻ വന്നിരിക്കുന്നത്. വല്ലപ്പോഴും ഒക്കെ വരുണൻ ആക്രമിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇയാൾ വെള്ളത്തിൻ്റെ അടിയിലാണല്ലോ കിടക്കണത്. അതുകൊണ്ട് ഇയാളുടെ ശല്യങ്ങൾ സഹിക്കാൻ പറ്റാതെ സാഗരത്തിൻ്റെ പതിയായിട്ടുള്ള വരുണൻ ആക്രമിക്കാൻ വന്നതാണ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് അങ്ങനെ കവി വർണ്ണിച്ചത്. പയസാംപത്യേ തരസ പ്രജിഘായ. തരസ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ. ഇയാളുടെ ആക്രമണം, മുരാസുരൻ്റെ ആക്രമണം വളരെ വേഗത്തിലായിരുന്നു. വളരെ വേഗത്തിലാണ് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടത് എന്നുള്ളത് കൊണ്ടായിരിക്കാം തനിക്കെതിരായിട്ട് വന്ന ശ്രീകൃഷ്ണനെ വരുണനായിട്ട് ഇയാൾ തെറ്റിദ്ധരിച്ചു പോയത്. എന്തായാലും ശ്രീകൃഷ്ണനെ ആക്രമിക്കാൻ ആരംഭിച്ചു മുരാസുരൻ എന്നാണ് ഈ 125-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 126-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. തസ്മിൻ ശൗരിശരച്ഛിന്നേ പ്രായുക്തമഹതീം ഗദാം തസ്യാമപി ചകൃത്തായാം കോപേനാഭ്യദ്രവൻ മുര. നമുക്ക് ആദ്യം പദച്ഛേദം പറഞ്ഞു നോക്കാം. തസ്മിൻ ശൗരിശരച്ഛിന്നേ പ്രായുക്ത മഹതീം ഗദാം തസ്യാം അഭി ച കൃത്തായാം കോപേന അഭ്യദ്രവത് മുര. ഇവിടെ ഭഗവാന്റെ നേർക്ക് ആയുധം പ്രയോഗിക്കുകയാണ് ചെയ്യണത് എന്നാണ് ഇവിടെ പറയണത്. മുര, ആ മുരാസുരനാകട്ടെ ശൗരി ശരച്ഛിന്നേ തസ്മിൻ, ശൗരിയാൽ, ശ്രീകൃഷ്ണനാൽ ശരങ്ങളൊക്കെ അല്ലെങ്കിൽ ശൂലം എന്താണോ പ്രയോഗിച്ചത് അത് മുഴുവനും തന്നെ ഭഗവാനാൽ ഖണ്ഡിച്ചു കളയപ്പെട്ടപ്പോൾ, ഭഗവാൻ ഈ മുരാസുരൻ പ്രയോഗിച്ച ശൂലത്തെ ഖണ്ഡിച്ചു കളഞ്ഞപ്പോൾ, സതിസപ്തമി, ശൗരി ശരച്ഛിന്നേ തസ്മിൻ, ശൗരിയുടെ കൈകൊണ്ട് ആയുധ പ്രയോഗങ്ങളെ കൊണ്ട് മുരൻ്റെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ വെട്ടി കഷ്ണങ്ങളാക്കി മാറ്റിയപ്പോൾ, ആയുധങ്ങളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ എന്താണ് ചെയ്തത്? മറ്റൊരു ആയുധം ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു, അതെടുത്തു. മഹതീം ഗദാം പ്രായുക്ത, വലിയൊരു ഗദ ഉണ്ടായിരുന്നു മുരാസുരൻ്റെ കയ്യിൽ, ആ ഗദ എടുത്തു. അത് ഈ ശ്രീകൃഷ്ണൻ്റെ നേർക്ക് എറിയും ചെയ്തു. ഗദ കൊണ്ട് അടിക്കുകയും ചെയ്യാം, ഗദ എറിയും ചെയ്യാം. അതാണ് ചെയ്തത്. ആ ഗദയെ എടുത്തിട്ട് ഭഗവാന്റെ നേർക്ക് എറിഞ്ഞു. തസ്യാം ച കൃത്തായാം, അങ്ങനെ എറിഞ്ഞപ്പോൾ ആ ഗദയും ഭഗവാൻ വെട്ടി നശിപ്പിച്ചു. തൻ്റെ കയ്യിലുള്ള ശ്രീചക്രങ്ങളെ പോലെയുള്ള ആയുധങ്ങളെ കൊണ്ട് തൻ്റെ നേർക്ക് വരുന്നതായിട്ടുള്ള എത്ര ഭീമമായിട്ടുള്ള ആയുധങ്ങളായാലും അതിനെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കി കളയും ഭഗവാൻ. അങ്ങനെ മുരാസുരൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗദ എറിഞ്ഞപ്പോൾ അതിനെയും നശിപ്പിച്ചു എന്ന് കണ്ടപ്പോൾ തസ്യാം ചകൃത്തായാം അഭി കോപേന അഭ്യദ്രവത്, പിന്നെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, പിന്നെന്താണ്, അടിക്കാനും ഇടിക്കാനും ഒക്കെ ആയിട്ട് ദ്വന്ദ്വയുദ്ധത്തിനായിട്ട് അതീവ ക്രുദ്ധനായിട്ട്, കോപേന വളരെ ദേഷ്യത്തോടു കൂടിയിട്ട്, അഭ്യദ്രവത് ഓടി ഇങ്ങോട്ട് അടുത്തേക്ക് വന്നു ശ്രീകൃഷ്ണൻ്റെ എന്നാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. ഇനി ബാക്കി യുദ്ധങ്ങൾ, ബാഹു അതായത് മുഷ്ടാമുഷ്ടി, കൈകൊണ്ടുള്ള ഇടി അടി, അതൊക്കെ അടുത്ത ശ്ലോകങ്ങളിലാണ് വർണ്ണിക്കുന്നത്.
ഈ 3 ശ്ലോകങ്ങളും ഒന്നുകൂടി നമുക്ക് ചൊല്ലി നോക്കാം. നഭസ്പൃശാ ശരീരേണ പഞ്ചഭിർവദനൈശ്ച സ വിരേജേ ബഹുഭിശൃംഗൈ മഹീയാനിവസാനുമാൻ സത്രിലോകീ മനഃശൂല ശൂലം കാലകരോപമം തരസാ പയസാം പത്യേ പ്രജിഘായ ജിഘാംസയാ തസ്മിൻ ശൗരിശരച്ഛിന്നേ പ്രായുക്തമഹതീം ഗദാം തസ്യാമപി ച കൃത്തായാം കോപേനാഭ്യദ്രവൻ മുര. ഈ 3 ശ്ലോകങ്ങളും ധാരാളം അക്ഷരങ്ങളുടെ പ്രാസം പോലെയുള്ള അലങ്കാരങ്ങളോട് കൂടിയിട്ടൊക്കെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് 125, 126 തരസ പയസാം, അതുപോലെ പ്രജിഘായ ജിഘാംസയ. ഇനി 126-ാമത്തേതിൽ തസ്മിൻ ശൗരി ശര ഛിന്നേ, 3-ാമത്തെ വരി തുടങ്ങുന്നത് തസ്യാം അപിച്ച കൃത്തായാം എന്നൊക്കെ. അതുപോലെ 124-ാമത്തെ ശ്ലോകം വായിച്ചപ്പോൾ അവിടെ ഒരു പർവ്വതം, കുറേയധികം കൊടുമുടികളോട് കൂടിയ പർവ്വതം ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണോ എന്ന് തോന്നി. മുരാസുരൻ്റെ വരവ് കണ്ടപ്പോൾ, വെള്ളത്തിൻ്റെ അടിയിൽ നിന്നുള്ള വരവ് കണ്ടപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കാളിയമർദ്ദനത്തിലൊരു രംഗമാണ് ഓർത്തു പോണത്. പുരതഃ ഫണിനം സമലോകയഥാ ബഹുശൃംഗിണമഞ്ജനശൈലമിവ എന്നൊരു ശ്ലോകം. ഈ ഒരു ശ്ലോകത്തിലും കാളിയനെ കണ്ടപ്പോൾ ഭഗവാന്റെ മുമ്പിൽ, കാളിയന് കുറേയധികം ആയിരക്കണക്കിന് ഫണങ്ങളുണ്ടെന്നാണല്ലോ പറയണത്, അത്രയും കണ്ടപ്പോൾ വലിയൊരു പർവ്വതം, ഒരു കറുത്ത നിറത്തിലുള്ളതായ അനവധി കൊടുമുടികളുള്ളതായ ഒരു പർവ്വതം ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ നിൽക്കുകയാണോ എന്ന് തോന്നിപ്പോയി എന്ന് മേൽപ്പത്തൂർ അവിടെ പറഞ്ഞു. അതേപോലെയുള്ളൊരു ഛായയാണ് മുരാസുരൻ്റെ വർണ്ണനയിലും വന്നത്. ബാക്കി വർണ്ണനകൾ, ബാക്കി യുദ്ധങ്ങളൊക്കെ അടുത്ത ശ്ലോകത്തിൽ കാണാം. ഇന്നത്തെ ഈ 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.